കോഴിക്കോട്ടും പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. കൂടരഞ്ഞി, മുക്കം, മണാശ്ശേരിയിലുമാണ് ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നത്. സാധാരണ ശബ്ദം കേട്ടതായാണ് നാട്ടുകാർ പറഞ്ഞുവെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞത്. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഭൂചലനമാണോ എന്നുള്ളത് അറിയില്ല. വീടിന്റെ ജനലുകളിൽ ശബ്ദം കേട്ടു, മറ്റ് ചാരിവെച്ച കോണികൾ മറ്റും മറിഞ്ഞു വീണതായി ഈ ആളുകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തിന് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടോട് കിട്ടിയതിനു ശേഷമേ പ്രതികരിക്കാൻ പറ്റൂ. പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞത് അസാധാരണ ശബ്ദം കേട്ടു. നാട്ടുകാർ പറയുന്നു ഈ ചാരി വെച്ചിരുന്ന ഗോവേണിയൊക്കെ മറിഞ്ഞു വീണു എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിനോട് ഇത് അനുഭവപ്പെട്ടവർ അല്ലെങ്കിൽ അതിന് വിറ്റ്നസ് ആയവർ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നമുക്കുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, പ്രധാനമായും 3 കേന്ദ്രങ്ങൾ, കോഴിക്കോട് ജില്ലയുടെ 3 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ഭൂകമ്പവും പ്രകമ്പനവും ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞുള്ള അറിവ് ഉള്ളത്. പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി, മുക്കം, മണാശ്ശേരി, പിന്നെ കുറ്റ്യാടിയുടെ ചില പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടതായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. ഇതിനെപ്പറ്റി സ്ഥിരീകരണം ആവശ്യമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട അധികൃതരൊക്കെ സ്ഥലത്ത് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നേരത്തെ പഞ്ചായത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ, ആദർശ് ജോസഫ് പറഞ്ഞതുപോലെ ആളുകൾ പറഞ്ഞിട്ടുള്ള അറിവാണ് കൂടുതലായും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും മേപ്പാടിയുടെ താഴെയുള്ള, അതായത് വയനാടിനോട് ചേർന്ന മേപ്പാടിയുടെ താഴെയുള്ള ആ പ്രദേശമൊക്കെ തന്നെയാണ് ഈ കൂടരഞ്ഞി ഭാഗം ഒക്കെ തന്നെ വരുന്നത്. 2 ജില്ലയാണെങ്കിൽ കൂടിയും ഭൂമിശാസ്ത്രം അനുസരിച്ച്, ഭൂമിയുടെ ഘടന അനുസരിച്ച് ഒരേപോലെയുള്ള സ്ഥലങ്ങളാണിത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് നാട്ടുകാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം വിശദമായൊരു സ്ഥിരീകരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമാവേണ്ടതുണ്ട്. ഇവർ പറഞ്ഞതനുസരിച്ച് അസാധാരണമായ ഒരു ശബ്ദമാണ് ഈ പ്രദേശത്ത് നിന്ന് കേട്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ജോലി ചെയ്തിരുന്ന ആളുകൾ, അടുക്കളയിലൊക്കെ ജോലി ചെയ്തിരുന്ന വീട്ടമ്മമാരൊക്കെ തന്നെ ഈ ജനലൊക്കെ ഇളകുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടു തറയുടെ അടിയിലൊക്കെ ഇളക്കം സംഭവിക്കുന്നതായി അനുഭവപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വലിയൊരു രീതിയിലുള്ള വിശദീകരണം ലഭ്യമാകേണ്ടതുണ്ട്. ലക്ഷ്മി, വയനാട്ടിൽ നമുക്കറിയാം ഈ മലകൾ ഉള്ള പ്രദേശത്ത്, പ്രത്യേകിച്ച് എടക്കൽ ഗുഹ പരിസരത്തൊക്കെ ഒരുപക്ഷെ അതിന്റെ ഒരു പ്രത്യേകത കൂടി, ജോഗ്രഫിക്കൽ പ്രത്യേകത കൊണ്ടുകൂടി ഇക്കോ കേട്ടതായിരിക്കും എന്നുള്ളത് അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഒഴിപ്പിക്കൽ നടപടികളെ കുറിച്ചൊക്കെ ഇനിയും കൂടുതൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ യോഗമൊക്കെ ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് ടെസ്റ്റിന് പറയുന്ന അനുസരിച്ച് നാട്ടുകാർ ഒരുപക്ഷെ അത് അനുഭവപ്പെട്ടുള്ളവർ പറഞ്ഞുള്ള അറിവാണെങ്കിൽ പോലും ഒരു ഇളക്കമൊക്കെ ഉണ്ടായതായി, അല്ലെ, ഭൂമിക്കടിയിൽ നിന്ന് ഇളക്കമൊക്കെ ഉണ്ടായതായി, ഏതാണ്ട് ഒരു ഭൂമി കുലുക്കം പോലുള്ള ഒരു പ്രതീതി ഉണ്ടായതായി. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിൽ ഒഴിഞ്ഞു പോയതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കൊന്നും ഇപ്പോൾ നിലവിൽ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഒരു പരിശോധന ആവശ്യമാണ്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ എന്താണ് ഈ ശബ്ദം കേട്ടത് അല്ലെങ്കിൽ ഈ ശബ്ദവുമായി ബന്ധപ്പെട്ട വിശദീകരണം ലഭ്യമാവുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അധികൃതർ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി, ഘടനാപരമായി സാമ്യമുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇത്തരത്തിൽ ജോലി ചെയ്യുമ്പോൾ, അതായത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിക്കടിയിൽ നിന്ന് ഇത്തരത്തിൽ ശബ്ദം അനുഭവപ്പെട്ടതായാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം ലഭ്യമാവേണ്ട ആവശ്യകതയുണ്ട്. കോഴിക്കോട് ജില്ലയുടെ 3 പ്രദേശങ്ങളിൽ, 3 കേന്ദ്രങ്ങളിൽ, കൂടരഞ്ഞി, മുക്കം, മണാശ്ശേരി, കുറ്റ്യാടി ഈ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ ആണ് ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലക്ഷ്മി, കൂടുതൽ വിശദീകരണവും സ്ഥിരീകരണവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതെ, ഇത് അനുഭവപ്പെട്ടവർ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രം. അതിനപ്പുറത്തേക്ക് വിദഗ്ധർ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ജിയോളജിക്കൽ സർവേ എന്തായാലും സ്ഥിരീകരിച്ചിട്ടുള്ളത് പ്രകമ്പനം ഉണ്ടായതായി തന്നെയാണ്. അത് വയനാട്ടിൽ നിന്ന്.